പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായിട്ട് ഹല്ലേലൂയ നിൽക്കുവാനായിട്ട് ദൈവം അതിനെ യോഗ്യനാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വചനം അതിൻ്റെതായ രീതിയിൽ എത്തേണ്ടിടത്ത് എത്തുവാനായിട്ട് മീഡിയയിൽ കൂടിയൊക്കെയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷക്തനും കുടുംബത്തിനും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് അപ്രകാരം തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. കാര്യം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുക മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ നാളിലൊക്കെയും അനുഭവിച്ചറിയുവാൻ കൂടെ ദൈവം അതിനെയും ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. മുഖവരയായിട്ട് കൂടുതൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 34 വരെയുള്ളതായ ചില വാക്യങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, പരിശുദ്ധ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നിൽ ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു. എനിക്കതിൻ്റെ മർമ്മങ്ങളെ ദൈവം മനസ്സിലാക്കി തന്നുവെങ്കിൽ അത് അനേകരുടെ വിടുതലിനായിട്ട്, കർത്താവിൻ്റെ അഭിഷക്തൻ ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ അനേകരുടെ വിടുതലിനായിട്ട്, താങ്ക് യു ലോർഡ്, അത് സൗഖ്യമായിട്ട്, അത് വിടുതലായിട്ട് മാറും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാര്യം ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുള്ളതാണ്. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാകുമ്പോൾ അതിൻ്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവരിൽ കൂടെ, അല്ലെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞ ഉദാഹരണപ്രകാരം ആ വിത്തെടുത്ത് നിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല നിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരും. താങ്ക് യു ലോ. അപ്രകാരം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. ഇവിടെ ഞാൻ വാക്യങ്ങൾ വായിച്ച് സമയം കളയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ റെഫറൻസ് പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 34 വരെയുള്ള വാക്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ യേശുവും ശിഷ്യന്മാരുമായിട്ട്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഒരു ഗദരദേശത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്നതായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആദ്യം പറയുന്നു. അതിനുശേഷം യേശു അവിടെ ചെന്നതിന് ശേഷം, താങ്ക് യു ലോർഡ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നു. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു പന്നികളിലേക്ക് ഈ ഭൂതങ്ങളെ പോകുവാനായിട്ട് യേശു അനുവദിച്ചു? 2 ക്വസ്റ്റ്യൻ. ഒന്ന്, ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. താങ്ക് യു ലോ. പ്രതിസന്ധിയുടെ നടുവിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് എൻ്റെ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? താങ്ക് യു ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശിഷ്യന്മാർ എന്ത് ചോദിക്കുന്നു യേശുവിനോട്? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? മറുപടിയായിട്ട് യേശു പറയുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്ക് യു ലോ, അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസം ഇല്ലയോ? ശിഷ്യന്മാരെന്ത് ചോദിക്കുന്നു? ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങളുടെ സാഹചര്യം നീ അറിയുന്നില്ലേ? ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നീ അറിയുന്നില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മറിച്ച് യേശു പറയുന്ന ആൻസർ, താങ്ക് യു ലോ, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? താങ്ക് യു ലോ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആ ഭാഷം വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം മാത്രം ഞാനെന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനെന്ന് പറഞ്ഞു തീർക്കട്ടെ. താങ്ക് യു ലോർഡ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ മറുപടി പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ആരോടാണ് ചോദിക്കുന്നത്? യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്ന് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി, താങ്ക് യു ലോർഡ്, യേശു ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശിഷ്യന്മാർ
അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വിശ്വാസ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ പലരും വിഷയങ്ങളുടെ മുഖത്ത്, പ്രതിസന്ധികളുടെ മുഖത്ത് ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായ ഒരു സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു, ഇതിന് പരിഹാരം, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുട്ടിൽ കിടന്ന് പ്രാർത്ഥിക്കുവാണ്, കർത്താവേ ഞങ്ങളോട് മനസ്സിൽ തോന്നണം. ഇവിടെ യേശുവിനോട് ചെന്ന് ചോദിക്കുന്നത് എന്താ? താങ്ക് യു ലോ, ഞങ്ങൾ നശിച്ചു പോകുന്നു, വി നീഡ് ഹെൽപ്പ്, ഞങ്ങൾക്ക് സഹായം വേണം. താങ്ക് യു ലോർഡ്. അല്ലല്ലേ ചോദിക്കുന്നതിനകത്ത് മാനുഷികമായ രീതിയിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വല്ല തെറ്റുമുണ്ടോ? ഒരു തെറ്റുമില്ല. വിഷയങ്ങളുടെ മുഖത്ത് പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ വിഷയങ്ങളുടെ മുഖത്ത് ചോദിക്കുന്നതായ ശിഷ്യന്മാർ ഞങ്ങൾ നശിച്ചു പോകുന്നു, എന്ത് ചെയ്യണം? ഇവർ പറയുന്നത് എന്താ? നീ പെട്ടെന്ന് എഴുന്നേൽക്കണം, ഞങ്ങൾക്ക് വിടുതൽ തരണം, ഞങ്ങളുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം, ഞങ്ങൾ നശിച്ചു പോകരുത്. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞ് ഞങ്ങൾ നിന്നാപാത്രമാകരുത്. അതിന് മറുപടിയായിട്ട് ഒന്ന് ലിസൺ ചെയ്യണം നമ്മൾ. ഹല്ലേലൂയ. യേശു ചോദിക്കുന്നതാണ്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? എന്തുകൊണ്ട് യേശു ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ഒരു ദൈവവൈദ്യനുള്ളതായ റൈറ്റ് എന്താണെന്നുള്ള കാര്യം തിരിച്ചറിയാതെ, താങ്ക് യു ലോർഡ്, ഈ ശിഷ്യന്മാർ അവിടെ ആയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, താങ്ക് യു ലോ, നമ്മൾ ആരാണ്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആരോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വെളിയിലുള്ളവരോടല്ല, യേശുവിനെ അറിയാത്തവരോടല്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. യേശു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യേശുവിനെ നന്നായി അറിഞ്ഞവരും യേശു ചെയ്യുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടവരും, ഹല്ലേലൂയ, ആമേൻ, അവർ പറയുകയാണ് അവരുടെ പ്രതിസന്ധിയുടെ മുഖത്ത്, താങ്ക് യു ലോ, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് യഥാർത്ഥത്തിലുള്ളതായ ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു പെന്തക്കോസ്തുകാരൻ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക്, ദൈവ കൽപ്പനകളെ അറിഞ്ഞ ഒരു വ്യക്തിക്ക്, യേശു ആരാണെന്നുള്ള കാര്യം അറിഞ്ഞ ഒരു വ്യക്തിക്ക്, അവൻ്റെ ജീവിതത്തിൽ അവനുള്ളതായ അവകാശങ്ങൾ, അവനുള്ളതായ അനുഗ്രഹങ്ങൾ, ദൈവം അവനെ എപ്രകാരം ആരാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. താങ്ക് യു ലോർഡ്. നമ്മുടെ പ്രതിസന്ധികളുടെ മുഖത്ത്, നമ്മുടെ പ്രതികൂലങ്ങളുടെ മുഖത്ത്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, എന്തുകൊണ്ട് യേശു അപ്രകാരം ചോദിക്കുന്ന ഈ വ്യക്തികളോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട്, താങ്ക് യു ലോർഡ്, യേശു അവിടെ പിന്നെ എന്ത് ചെയ്യുന്നു? ഈ വന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യന് മുമ്പിൽ യേശു അവിടെ എഴുന്നേൽക്കുന്നു. യേശു അവിടെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നു? ഈ കാറ്റിനെ ശാസിക്കുന്നു, കടലിനോട് ശാന്തമാകുവാൻ കൽപ്പിക്കുന്നു. എന്തുകൊണ്ട് യേശു ശിഷ്യന്മാരോട് അതിൻ്റെ മുൻപിൽ ചോദിച്ച ക്വസ്റ്റ്യന്, താങ്ക് യു, വളരെ സിമ്പിളായിട്ട് പറയട്ടെ, ഞാൻ ചെയ്യുന്നതായ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ യേശു ചെയ്തതായ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. താങ്ക് യു ലോ. നിങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ, നിങ്ങളുടെ പ്രയാസങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ മുമ്പിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ അഭിഷേകം നീ തിരിച്ചറിയണം. നീ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ഈ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഈ തിരമാലയെ, ഈ പ്രതിസന്ധിയെ നിനക്ക് സ്റ്റോപ്പ് ചെയ്യുവാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു ദൈവവൈദ്യൻ എപ്പോഴും തിരിച്ചറിഞ്ഞോണം ദൈനംദിന ജീവിതത്തിൽ. ഹല്ലേലൂയ. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം, താങ്ക് യു ലോ, ഈ ശിഷ്യന്മാരെ പോലെ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു, അവിടെ വളരെ കണ്ണുനീരും പ്രയാസവും പ്രതികൂലവും ആയിട്ട് അങ്ങ് കടന്നു പോവുക. ഇതേ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. യേശുവും അല്ലെങ്കിൽ മോശ ചെങ്കടലിൻ്റെ മുമ്പിലായിരിക്കുന്ന സമയത്ത്, അവിടെ എക്സോഡസ് 14:15 യഹോവ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ യഹോവയായ ദൈവം മോശയോട് പറയുന്നത് എന്താ? നീ എന്തേ, മലയാളത്തിൽ അങ്ങനെയാണ്, നീ എന്തേ മുറവിളിക്കുന്നത്? താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. മോശ ചെയ്യുന്നതിനകത്ത് വല്ല തെറ്റുണ്ടോ? പിന്നിൽ ഫറവോനും സൈന്യവും, മുന്നിൽ ചെങ്കടല്, താങ്ക് യു, പ്രതികൂലം, മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ട് ദൈവം ചോദിക്കുക മോശയോട്, നീ എന്താ കിടന്ന് മുറവിളിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഇവിടെ വലിയൊരു പ്രാർത്ഥന, ഒരു വലിയ ഒരു വിലാപമൊക്കെ കാണുന്നത്?
താങ്ക് യു ലോർഡ്. യഹോവയായ ദൈവം മോശയോട് പറയുവാണ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ജനത്തോട് കൽപ്പിക്കുക, ഹല്ലേലൂയ, വടി, നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ വടി, വചനമാകുന്ന വടി നീ എടുക്കണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വചനമാകുന്ന വടിയുടെ മർമ്മം തിരിച്ചറിയാതെ, താങ്ക് യു ലോർഡ്, അതുകൊണ്ട് എന്ത് സാധിക്കുമെന്ന് തിരിച്ചറിയാതെ ഇന്ന് ജനം വളരെ കഷ്ടത്തിലായിരിക്കുക. താങ്ക് യു ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കുക, വിടുതൽ വചനത്തിൽ കൂടിയാണ്. താങ്ക് യു ലോർഡ്. വചനമുള്ളിടത്ത് വിടുതലുണ്ട്, വചനമുള്ളിടത്ത് അത്ഭുതമുണ്ട്. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. വചനമുള്ളിടത്ത് അസാധ്യമായത് ഒന്നുമില്ല. താങ്ക് യു ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ മനസ്സിലാക്കുക, ചെങ്കടലിന് മുമ്പിൽ കിടന്ന് നിലവിളിക്കുന്നതായ മോശയോട് ദൈവം പറയാണ്, എഴുന്നേൽക്ക, ജനത്തോട് പറയാം, മുന്നോട്ട് പോക. ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കനാൻ നാട്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവം നീ വിശ്വസ്തനാണെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ആമേൻ ശത്രുക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. ഏതു പ്രതിസന്ധികളുടെ നടുവിലും, ഏതു പ്രതികൂലങ്ങളുടെ നടുവിൽ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധി അല്ല നീ വലുതായിട്ട് കാണേണ്ടത്. ഹല്ലേലൂയ. ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, എപ്രകാരം നമുക്ക് മനസ്സിലാക്കാം, മിസ്രൈമിൽ വെച്ച് വലിയ അത്ഭുതങ്ങളെ ചെയ്ത്, ഹല്ലേലൂയ, തൻ്റെ ജനത്തെ വിടുവിച്ചതിനായി ആ ദൈവത്തെ മറന്നു കളയരുത്. താങ്ക് യു ലോർഡ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പുറകിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. താങ്ക് യു ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ച ദൈവം, ഹല്ലേലൂയ, ദൈവം പറഞ്ഞിരിക്കുന്നു, യേശു, ഹല്ലേലൂയ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവനന്യനായ ദൈവം, ഹല്ലേലൂയ. ആ ദൈവം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ പ്രതിസന്ധികളെ കണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മുമ്പിൽ എപ്രകാരം നമ്മൾ നിൽക്കണം? അധികാരത്തിന്റെ വടി നമ്മൾ എടുക്കണം, വചനമാകുന്ന വടി എടുക്കണം. എൻ്റെ ദൈവത്തിന്റെ വചനത്തിൽ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ലെന്ന്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന്, ഹല്ലേലൂയ. വചനമാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രതിസന്ധിയുടെ നടുവിൽ കരയുവാനല്ല ദൈവം നമ്മോട് പറയുന്നത്. വചനം എടുക്കുക, ഡിക്ലെയർ ചെയ്യുക, വിക്ടറി എടുക്കുക. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അതാണ് യേശു പറയുന്നത്. ശിഷ്യന്മാരോട് എന്ത് പറയുന്നു? നിങ്ങളുടെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ, യേസ്, ഹല്ലേലൂയ. ശിഷ്യന്മാർ നോക്കുമ്പോൾ, മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കപ്പൽ മുങ്ങുവാൻ, ബോട്ട് മുങ്ങുവാൻ പോകുന്നു. ആ പ്രതിസന്ധികളാണ്, ആഞ്ഞടിക്കുന്ന തിരമാലകളാണ് നിന്റെ നേരെ വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ മുമ്പിൽ യേശു പറയുന്നു, താങ്ക് യു ലോർഡ്, നിന്റെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ. നമ്മളോട് ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മുടെ വിശ്വാസം എവിടെ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ വിഷയങ്ങളുടെ മുഖത്ത് ദൈവത്തിലെ നിന്റെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ. വചനമാകുന്ന വടിയെടുത്ത് നീ ജയമെടുക്കുക. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയുവാനുണ്ട്, സമയം ചുരുക്കം കാരണം ഞാൻ വീണ്ടും പോകട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കാറ്റും അല്ലെങ്കിൽ ഒരു തിരമാലയൊക്കെ വരുന്നത്? താങ്ക് യു ലോർഡ്. യേശു എന്തിനു വേണ്ടിയാണ് ഗദരദേശത്തേക്ക് പോകുന്നത്? ആമേൻ, ഹല്ലേലൂയ. യേശു പോകുന്നതിന് യേശുവിന് ഒരു ഉദ്ദേശമുണ്ട്. അത് ഇന്നലെയും ഇന്നും അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടുണ്ടായ കാര്യങ്ങളൊന്നും അല്ല. അവിടെ ഭൂതഗ്രസ്തനെ വിടുവിക്കുവാൻ വേണ്ടി ഈ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. അവനെക്കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കി. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. അവനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. ഹല്ലേലൂയ. നാളുകളായിട്ട് ആരുമില്ലാതെ, അല്ലെങ്കിൽ ഒരു കക്ഷി നമ്മൾ മനസ്സിലാക്കണം, ആ ഭൂതഗ്രസ്തൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ ബാലനായിരുന്നു, അവൻ കുഞ്ഞായിരുന്നു, അവൻ വളർന്നു വലുതായി, അവന് പേരൻസ് ഉണ്ട്, അവന് കുടുംബമുണ്ട്. ഇന്ന് എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, അമ്മേ, മറ്റുള്ളവരൊക്കെ എന്താഗ്രഹിക്കുന്നു? ഇവനൊന്ന് തീർന്നാൽ മതി. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന്റെ പൈതലേ, മനുഷ്യർ അതൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ നിന്നെ കാണുന്ന ഒരു യേശുവുണ്ട്.
ഉണ്ടോ? ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഹല്ലേലൂയ ആരും ഇല്ല എന്ന് നീ വിചാരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ താങ്ക് യു ലോർഡ്, യേശു നിന്നെ കാണുന്നു. തക്ക സമയത്ത് യേശു നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. അത് വരിക മാത്രമാണോ, നിന്നെ വിടുവിക്കുവാൻ വേണ്ടി യേശു കടന്നു വരുമ്പോൾ എന്താ അവിടെ? ആമേൻ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരുവാണ്, പ്രതികൂലങ്ങൾ വരുവാണ്. ഹല്ലേലൂയ. ഒരിക്കലും യേശുവോടെ കടന്നു വരരുത്. അതിനുവേണ്ടി സാത്താൻ ഒരുക്കുന്ന ചില വേലകളൊക്കെയാണ്. എന്താണ്? താങ്ക് യു ലോർഡ്. ഒരു കാറ്റും ഒരു തിരമാലയൊക്കെ അന്ന് അടുപ്പിക്കുക. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ ഗദരദേശത്ത് വരുന്നതിന് മുമ്പ് ഈ കാറ്റടിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. ശത്രുവിനെ അവിടെ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. സാത്താനെ അവിടെ കീഴ്പ്പെടുത്തി. അവന്റെ ബലങ്ങളെല്ലാം അവിടെ തീർന്നു. യേശു കാറ്റിനെ ശാസിച്ചപ്പോൾ ആ ഭൂതഗ്രസ്തനിൽ ബാധിച്ചതായ ശക്തിയെല്ലാം ആമേൻ ഹല്ലേലൂയ അവിടെ ആമേൻ മ്യൂട്ടഡായി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അവിടെ ചെന്ന് എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. അതിനു മുമ്പായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഒരു ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവം മനസ്സിലാക്കുക, താങ്ക് യു ലോർഡ്, ഈ പ്രതികൂലങ്ങൾ ഒരിക്കലും എന്നെ തകർക്കുവാനല്ല, ഇതിൻ്റെ അപ്പുറത്തായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ഉന്നതമായ ഒരു ലെവലിലേക്ക് എന്നെ മാറ്റുവാൻ വേണ്ടി. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന ചില വഴികളൊക്കെയാണ് ഈ മരുഭൂമിയിൽ അല്ലെ ഈ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നു. ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇവനൊന്ന് മരിച്ചാൽ മതി. അത് മാത്രമാണോ? ഇവൻ ആരാണ്? താങ്ക് യു ലോർഡ്. ഇവൻ പാർക്കുന്ന അവിടെ പോർഷനിൽ വീണ്ടും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവനിൽ ബാധിച്ചിരിക്കുന്ന എത്ര പവർഫുള്ളതായ ഒരു പൈശാചിക ശക്തിയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ആ ദേശത്തുള്ളതായ ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. ഭയപ്പെടുവാൻ കാരണമുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ അത്യുഗ്രന്മാരാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അത്യുഗ്രന്മാരായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ഭയപ്പെടുന്നു. പ്രത്യേകം മനസ്സിലാക്കുക, ജനങ്ങൾ ഭയപ്പെടുന്നു. അത്യുഗ്രന്മാരായതുകൊണ്ട് ജനങ്ങൾ ഭയപ്പെടുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ യേശു ചെന്ന സമയത്ത് ഈ അത്യുഗ്രന്മാർക്ക് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഈ അത്യുഗ്രന്മാര് യേശു ചെന്നപ്പോൾ തന്നെ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് യേശു എവിടെയാ ഉള്ളത്? ഇന്ന് യേശു നമ്മളിലാ ഉള്ളത്. ഇന്ന് യേശു നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. താങ്ക് യു ലോർഡ്. ജനങ്ങൾ ഭയപ്പെടുന്നതിനെ, മറ്റുള്ളവർ ഭയപ്പെടുന്നതിനെ നീ ഭയപ്പെടരുത്. നിന്നിൽ വസിക്കുന്നത് ആരാണെന്നുള്ള കാര്യം നീ തിരിച്ചറിഞ്ഞോണം. മറ്റുള്ളവർ ഭയപ്പെടുന്നതിന് അത് രോഗമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും ശത്രുക്കളായിരുന്നാലും പ്രതികൂലമായിരുന്ന ഏത് വിഷയമായിരുന്നാലും മറ്റുള്ളവർ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഭയപ്പെടുന്നതിനെ ഒരു ദൈവത്തിൽ ഒരിക്കലും ഭയപ്പെടുവാൻ ഇടയാകരുത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനിൽ ദൈവം വസിക്കുന്നു, അവനിൽ യേശു വസിക്കുന്നു. യേശു വസിക്കുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്നതിനെ നമ്മൾക്ക് ഭയപ്പെടുവാനായിട്ട് ഒരിക്കലും ഇടയാകത്തില്ല. നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ അവിടെ ബോൾഡായിട്ട് നിൽക്കണം. അതിനുശേഷം പിന്നീടുള്ളതായ അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആമേൻ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. യേശു എന്തുകൊണ്ട് ഈ പന്നിക്കൂട്ടത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു? ഈ പന്നിക്കൂട്ടത്തിലേക്ക് ഈ അശുദ്ധാത്മാക്കളെ പറഞ്ഞു വിട്ടു. ഞാൻ ആ പോഷം വായിക്കേണ്ടത് എനിക്കൊന്നൊരു 2-3 ആഴ്ച മുമ്പ് ഞാൻ ആ പോഷം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ആ പന്നിക്കൂട്ടത്തിന്മേൽ ആ യേശു അവിടേക്ക് ഈ പിശാചുക്കളെ പോകുവാനായിട്ട് ദൈവം അനുവദിച്ചു? അവിടെ വളരെ ഒരു മർമ്മം നമ്മൾ മനസ്സിലാക്കുവാനായിട്ടുണ്ട്. എന്താണ് മർമ്മം? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു അനുവദിച്ചു? ക്വസ്റ്റ്യനാണ്. 2 അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അല്ലെങ്കിൽ അവിടെ ഉള്ളതായ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ജാതികളാണെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മോശയുടെ ആ ന്യായപ്രമാണപ്രകാരമുള്ളതായ ഒരു ലോയാണ് അവിടെ നടക്കേണ്ടത്, അല്ലെങ്കിൽ യേശു ആയിരിക്കുന്ന ആ ഒരു ടെറിട്ടറിയിൽ നടക്കുന്നത്.
താങ്ക്യൂലോ. മോശയുടെ ന്യായപ്രമാണം. ആ മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പം ഈ പന്നികളെക്കുറിച്ച് അവിടെ എന്താ പറയുന്നത്? മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് പന്നി എന്ന് പറയുന്നത് ഒരു അശുദ്ധിയുള്ളതായ ഒരു മൃഗമായിട്ട് അവിടെ കാണിക്കുന്നു. ഈ അശുദ്ധിയുള്ളതായ മൃഗമായിട്ട് അവിടെ കാണിക്കുന്നതുള്ളതുകൊണ്ട് താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തിനൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളെ നോക്കും, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നോക്കും. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. താങ്ക് യു ലോർഡ്. മോശയുടെ ന്യായപ്രമാണം. താങ്ക് യു ലോർഡ്. ആ അശുദ്ധിയുള്ളതായ ആ മൃഗത്തിലേക്ക് ഈ പന്നികളെ എന്തുകൊണ്ട് യേശു അയച്ചു? ന്യായപ്രമാണത്തിന് വിരോധമായിട്ട്, ചുരുക്കി പറയട്ടെ, ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് എന്തിനെ വളർത്തുന്നു? പന്നികളെ വളർത്തുക. എന്തിനു വേണ്ടി? ലാഭമുണ്ടാക്കാൻ വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി പന്നികളെ വളർത്തുക. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. താങ്ക് യു. ഒരു ദൈവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. താങ്ക് യു ലോ. ന്യായപ്രമാണത്തിന് അല്ലെ ദൈവവചനത്തിന് വിപരീതമായിട്ട് നീ പോയാൽ, താങ്ക് യു ലോ, അവിടെ എന്തുകൊണ്ട് യേശു അവിടേക്ക് ഈ പന്നിക്കൂട്ടത്തിലേക്ക് ഈ പൈശാചിക ശക്തിയെ പറഞ്ഞു വിട്ടു? മനസ്സിലാക്കുക, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടത്തേക്ക്, അല്ലെങ്കിൽ മോശ പറയുന്നത് എന്താണ്? ദൈവമേ, തിരുസാന്നിധ്യം ഇല്ലാത്തിടത്തേക്ക് എന്നെ അയക്കരുത്. താങ്ക് യു ജീസസ്. തിരുസാന്നിധ്യം ഇല്ലാത്തിടത്തേക്ക് എന്നെ അയക്കരുത്. മോശ പറയുക, ഇവിടെ ഈ പന്നിക്കൂട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ആ സമ്പത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? നിയമവിരുദ്ധമായിട്ട് അതാരായിരുന്നാലും പണമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അപ്രകാരമുള്ളൊരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കാം, അവിടെ ഇന്ന് നടന്നു, അവിടെ പെട്ടെന്ന് ഇങ്ങനെ നടന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഒരു ദൈവ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. മോശ പറഞ്ഞ പോലെ, കർത്താവേ, തിരുസാന്നിധ്യമില്ലാത്തിടത്തേക്ക് എന്നെ അയക്കരുത്. പല വഴികളും നമ്മുടെ മുമ്പിലൊക്കെ വരും. പണമുണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും ഒക്കെ നമ്മുടെ മുമ്പിൽ പല വഴികളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ദൈവം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യമുണ്ടോ? അങ്ങയുടെ സാന്നിധ്യം ഇല്ലാത്തിടത്തേക്ക് എന്നെ അയക്കരുത്. എൻ്റെ കുടുംബത്തെ വിടരുത്, എൻ്റെ കുഞ്ഞുങ്ങളെ വിടരുത്, എൻ്റെ ബിസിനസ്സിനെ വിടരുത്, എൻ്റെ ജോലിയെ വിടരുത്. അപ്രകാരമുള്ള ഒരാദായമൊന്നും എനിക്ക് വേണ്ട. വചനത്തിന് വിപരീതമായിട്ട്, താങ്ക് യു ലോ, ദൈവവചനത്തിന് വിപരീതമായിട്ട്, താങ്ക് യു ലോ, പോയാൽ, താങ്ക് യു ലോ, എന്തുകൊണ്ടാണ്? അതിനുശേഷം പിന്നെ എന്ത് നടക്കുന്നു? ഈ പന്നിക്കൂട്ടം കടുന്തോക്കോടുകൂടെ അവിടെ ചെന്ന് ഈ കടലിലേക്ക് പതിക്കുന്നു. ജനങ്ങൾ അവിടെ വയലൻ്റ് ആകുന്നു. എന്തുകൊണ്ട്? നീ ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകണം. ഒരു കാര്യം അവരും മനസ്സിലാക്കിയില്ല. ഈ ന്യായപ്രമാണത്തിന് വിപരീതമായിട്ടുള്ള രീതിയിൽ പണം ഉണ്ടാക്കും. ഒരുപക്ഷെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ വരാം, ഒരുപക്ഷെ എന്നെങ്കിൽ ഒരുപക്ഷെ ജാതികളായിരുന്നായിരിക്കാം. എന്നാൽ ജാതികളായിരുന്നാൽ തന്നെ ഒരു കാര്യം ദൈവവചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുക. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം. അവിടെ ജാതിയെന്നോ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, യഹൂദനെന്നോ ഒന്നുമില്ല. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം. താങ്ക് യു ലോ. ഈ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ നീയും ഭയപ്പെട്ടോണം. ആ ദൈവത്തിന് വിപരീതമായിട്ട് നീ പ്രവർത്തിച്ചാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ ഇല്ലാത്തിടത്തേക്ക് ശത്രുവിന് ഈസി ആയിട്ട് പോകുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ യേശു പറഞ്ഞു വിട്ടതാണോ? മറിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പൈശാചിക ശക്തി തന്നെയാണ്, ഈ സാത്താൻ തന്നെയാണ് ഈ യേശുവിനോട് പെർമിഷൻ ചോദിക്കുക, ഞങ്ങൾ അവിടേക്ക് പോകും,
ഞങ്ങൾ അവിടേക്ക് പോക്കോട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പ്രസൻസ് അവിടെയില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടത്തേക്ക് സാത്താൻ പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, കർത്താവേ തിരുസാന്നിധ്യം ഉള്ളിടത്തേക്ക് എന്നെ അയക്കരുത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് വീണ്ടും ഒന്ന് കടന്നു വരട്ടെ. ഹല്ലേലൂയ. സമയം കുറവുടെ ഞാനിവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ലോ. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. താങ്ക് യു ലോ. മക്കളെങ്കിൽ ആരാണ്? നമ്മൾ അവകാശികളാണ്. താങ്ക് യു ലോ. അവകാശികളാണെന്നുണ്ടെങ്കിൽ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവവചനമാകുന്ന വടി നമ്മളെപ്പോഴും നമ്മൾ എടുത്തോണം. അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വചനമാകുന്ന വടി നമ്മളെപ്പോഴും എടുക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ ആൾക്കാർ എൻ്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പ്രതികൂലങ്ങളൊക്കെ വന്നു, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവം എന്നെ വിടുവിച്ചു, നല്ലൊരു ടെസ്റ്റ് മണിയൊക്കെ പറയുന്നു. ആ ടെസ്റ്റ് മണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിട്ട് മാറും? താങ്കിലോ. അതോടെ ഒരു ഷീൽഡാണ് നമ്മൾ എടുക്കുന്നത്. താങ്കിൽ ഒരു പരിചയം എടുക്കുക. ദൈവം എന്നെ താങ്ങി, ദൈവം എന്നെ സൂക്ഷിച്ചു, നല്ല കാര്യം തന്നെയാണ്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് മറക്കരുത്. എന്ത് മറക്കരുത്? ദൈവവചനം എടുക്കണം. ദൈവവചനം എന്താണ്? താങ്കിലോ. അവിടെ ദൈവവചനം നമ്മൾ എടുത്തു പറയുമ്പോൾ വചനമാകുന്ന വാളെടുക്കണം. ആരുടെ നേരെ എടുക്കണം? നിനക്ക് നേരെ വരുന്നതായ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികളുടെ നേരെ നീ എന്തെടുക്കണം? നീ വാളെടുത്താൽ മാത്രമേ എന്ത് നിൻ്റെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ? നിനക്ക് സ്വസ്ഥത കിട്ടുകയുള്ളൂ. സ്വസ്ഥത വേണോ നിൻ്റെ ജീവിതത്തിൽ? താങ്കിലോ. ചരിത്രഭാഗങ്ങളിലൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥത വേണോ? നമ്മൾ വാളെടുക്കണം. ദൈവവചനമാകുന്ന വാളെടുത്താൽ മാത്രമേ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുകയുള്ളൂ. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾക്ക് സമാധാനം വേണം. ദൈവികമായ സമാധാനം നമ്മൾക്ക് എപ്രകാരം ലഭിക്കും? ഹല്ലേലൂയ. വചനമാകുന്ന വാളിൽ കൂടെ ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ ദൈവികമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അത് നന്നായിട്ട് തിരിച്ചറിഞ്ഞോണം. നമ്മുടേതായിട്ടുള്ള ഓൺ വേർഡുകളല്ല, നമ്മുടേതായിട്ട് ഓൺ വെപ്പൺസ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. വചനമാകുന്ന വാളെടുത്ത് ശത്രുവിനോട് പറയണം, എൻ്റെ ദൈവത്തിൻ്റെ വചനം ഇങ്ങപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ലെന്ന് എൻ്റെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ ശത്രുവെ നീ എന്നിലേക്ക് കടന്നു വരുവാൻ ശ്രമിക്കുന്ന ഏത് രീതിയിലാണ്? നീ രോഗങ്ങൾ കൊണ്ടൊന്നോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിലോ, അല്ലെങ്കിൽ ജോലിയിലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ, എൻ്റെ കുഞ്ഞുങ്ങളിലോ, താങ്കിലോ, നിനക്ക് അധികാരമില്ലെന്ന് വചനമെടുത്ത് നീ പറഞ്ഞാൽ, ഹല്ലേലൂയ, ശത്രുവിന് അവിടെ നിൽക്കുവാൻ സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെയാണ് ദൈവവചനം? ഹല്ലേലൂയ. ഇത് രാജാവിൻ്റെ ഓർഡറാണ്. ഹല്ലേലൂയ. രാജാവിൻ്റെ ഓർഡറാകുന്ന ഈ ദൈവവചനത്തിന് മുമ്പിൽ അവിടെ ഒരു ശക്തിക്ക് നിൽക്കുവാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് അധികാരമില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എത്ര ഡാർക്ക്നെസ് ഉള്ളതായ ഒരു റൂമിലേക്ക് ആമേൻ ഒരു ലൈറ്റ് നമ്മൾ തെളിച്ചു കഴിയുമ്പോൾ എന്താകും? ഹല്ലേലൂയ. ആ ഇരുളിൻ്റെ ശക്തികൾ അവിടുന്ന് ഡിസപ്പേർഡ് ആകുന്നു. ഹല്ലേലൂയ. താങ്ക് യു. അപ്രകാരം തന്നെയാണ് അവിടെ നടക്കുന്നത്. ദൈവം വചനമാകുന്ന വെളിച്ചം നീ കൊണ്ടുവരണം. ദൈവവചനമാകുന്ന ടോർച്ച് നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ദൈവവചനമാകുന്ന ലൈറ്റ് നീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവിടെ ശത്രുവിന് പിന്നെ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതികൂലങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, നമ്മുടെ റൈറ്റ് തിരിച്ചറിയണം. യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? എത്ര ബ്യൂട്ടിഫുൾ. താങ്കിലോ. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു. അതിൻ്റെ മധ്യത്തിൽ യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? താങ്ക് യു ജീസസ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശു നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ പതറുന്ന അവസരത്തിൽ നമ്മുടെ വിഷയങ്ങളുടെ മുഖത്ത്, താങ്ക് യു, നമ്മൾ പതറുന്ന അവസ്ഥയിലാണോ നീ ഇരിക്കുന്നത്? ഹല്ലേലൂയ. താങ്ക് യു. യേശു നമ്മളോട് ചോദിക്കുകയാണ്, നിൻ്റെ വിശ്വാസം എവിടെ?
വേർ ഈസ് യുവർ ഫെയ്ത്ത്? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ ഉയർത്തിപ്പിടിക്കുക. ഇല്ല, ഒരിക്കലും ഞാൻ പരാജിതനാകുക. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമാണമില്ല. അവിടെ ദൈവവചനം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നിയമത്തിന് വിരോധമായിട്ട് കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്റെ മേൽ കർത്തൃത്വമില്ല. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞോണം, നമ്മുടെ റൈറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞോണം, നമ്മൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞോണം. ഈ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞോണം, ആരെ? ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, യേശുവിൻ്റെ ശിഷ്യനാണ്. എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ എനിക്കെല്ലാം സാധ്യമാണ്. കാറ്റിനെയും പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ശാസിക്കുവാൻ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഭയപ്പെടുവാനല്ല, മറ്റുള്ളവർ ഭയപ്പെടുന്നതിന് നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ധൈര്യമായിട്ടിരിക്കെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടിയിരിക്കും. ഹല്ലേലൂയ. ഈ ഒരു ആമേൻ, ഹല്ലേലൂയ, ധൈര്യത്തോടുകൂടെ ആമേൻ നമുക്ക് എപ്പോഴും ആയിരിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ലോർഡ്.